നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് PSC ചോദിക്കാൻ സാധ്യതയുള്ള മലയാളത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയ ഒരു ക്ലാസ് തന്നെയാണ്. അപ്പോൾ 2024 ജനുവരി മുതൽ 2024 ജൂലൈ 31 വരെ PSC ചോദിച്ച ചോദ്യങ്ങളും SCERT പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല അല്ലേ. അത്തരത്തിൽ SCERT 7ാം തരത്തിൽ പദപരിചയ വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചേർത്തുള്ള ഒരു വീഡിയോ ആണ്. നിർബന്ധമായിട്ടും കാണുക. കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. നമ്മൾ ഈ ക്ലാസ്സിന് ഗണപതിക്ക് കുറിക്കുകയാണ്. ഗണപതിക്ക് കുറിക്കുക, ആരംഭിക്കുക. അദൃശ്യൻ. എന്താണ് അദൃശ്യൻ എന്ന വാക്കിനർത്ഥം നോക്കിക്കേ. ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ, മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവൻ, സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ, വേദപഠനത്തിൽ മുഴുകിയവൻ. ആരാണ് അദൃശ്യൻ? മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവനാണ് അദൃശ്യൻ. ഓക്കെ, അദൃശ്യൻ, മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവൻ. അധിക തുങ്കപദം എന്താണ്? ഏറ്റവും ഉയർന്ന സ്ഥാനം അല്ലേ. ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ അല്ലേ. കുമാരനാശാൻ പാലക്കാട് ജൈനിമേട് വെച്ച് എഴുതിയ ഖണ്ഡകാവ്യമായിരുന്നു വീണപ്പൂവ്. വീണപ്പൂവിൻ്റെ ആദ്യ വരികൾ ഇങ്ങനെയാണല്ലേ. ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ. അധിക തുങ്കപദം, ഏറ്റവും ഉയർന്ന സ്ഥാനം. ഏറ്റവും ഉയർന്ന സ്ഥാനം എന്നാണ് അധിക തുങ്കപദം എന്ന വാക്കിന് അർത്ഥം ആക്കുന്നത്. ശ്രദ്ധിക്കുക. കുമാരനാശാൻ എഴുതിയ വീണപ്പൂവ് മലയാളത്തിലെ തന്നെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. എഴുതിയത് കുമാരനാശാൻ. പാലക്കാട് ജൈനിമേട് വെച്ചാണ് അദ്ദേഹം എഴുതുന്നത്. ഓക്കെ. അഗ്രഗണ്യൻ. അഗ്ര എന്നാൽ ഒന്നാമത് എന്നർത്ഥം. അഗ്രജൻ, ഒന്നാമത് ഉണ്ടായവൻ ആരാണ്? ജ്യേഷ്ഠൻ. അവരജൻ, അനുജൻ. അഗ്രജൻ എന്നതിൻ്റെ വിപരീതമാണ് അവരജൻ. അവരജൻ അനുജൻ, അഗ്രജൻ ജ്യേഷ്ഠൻ. ആത്മജൻ, ആത്മാവിൽ നിന്ന് ജനിച്ചവൻ. ആരാണവൻ? ആത്മജൻ മകൻ, ആത്മജ മകൾ. ഓർക്കണേ. അപ്പോൾ അഗ്രം എന്നാൽ ഒന്നാമത് എന്നർത്ഥം. അഗ്രഗണ്യൻ, ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ. ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ. അനാപദ്യത ദുഃഖം. ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അനാപത്യൻ. എന്താണ്? സന്തതി ഇല്ലാത്തവൻ അല്ലേ. ഇപ്പം അനാപത്യത ദുഃഖം, സന്താനമില്ലാത്ത ദുഃഖം. സ്തുതിപാഠകർ ആരാണ്? രാജപ്രശംസ നടത്തുന്നവർ. സ്തുതിപാഠകർ, രാജപ്രശംസ നടത്തുന്നവർ. വാഗ്മി, മിതവും സാരവുമായി വാക്കുപയോഗിക്കുന്നവനാണ് വാഗ്മി. മിതവും സാരവുമായി വാക്കുപയോഗിക്കുന്നവനാണ് വാഗ്മി. വൈണികർ ആരാണ്? വൈണികർ, വീണ വായിക്കുന്നവർ. വൈണികർ ആരാണ്? വീണ വായിക്കുന്നവർ. സ്വാധ്യായ നിരതൻ. സ്വാധ്യായ നിരതൻ. നിരതൻ എന്നാൽ മുങ്ങിയവൻ അഥവാ മുഴുകിയവൻ എന്നാണ്. നിരതൻ എന്നാലും ആമഗ്നൻ എന്നാലും മുങ്ങിയവൻ അഥവാ മുഴുകിയവനാണ്. സ്വാധ്യായ നിരതൻ. സ്വന്തം അധ്യായത്തിൽ അഥവാ വേദപഠനത്തിൽ മുഴുകിയവനാണ് ആര്? സ്വാധ്യായ നിരതൻ. സ്വാധ്യായ നിരതൻ, വേദപഠനത്തിൽ മുഴുകിയവൻ. സ്വധർമ്മ നിരതൻ, സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ അല്ലേ. നിരതൻ എന്നാൽ മുഴുകിയവൻ അഥവാ മുങ്ങിയവൻ എന്നർത്ഥമാണ്. സ്വധർമ്മ നിരതൻ, സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ. സ്വധർമ്മ നിരതൻ, സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ. ആമഗ്നൻ. എന്താണ് ആമഗ്നൻ? മുങ്ങിയവൻ അല്ലെങ്കിൽ മുഴുകിയവൻ. ആമഗ്നൻ. ചിന്താമഗ്നൻ, ചിന്തയിൽ മുങ്ങിയവൻ അഥവാ ചിന്തയിൽ മുഴുകിയവൻ. അവാജ്യം, പറഞ്ഞറിയിക്കാനാകാത്തത്. അവാജ്യം, പറഞ്ഞറിയിക്കാനാകാത്തത്. അനിർവചനീയം, നിർവചിക്കാനാവാത്തത്. അനിർവചനീയം, നിർവചിക്കാനാവാത്തത്. ചരമപ്രാന്തസ്ഥൻ, മരണത്തിന്റെ വക്കീലെത്തിയവൻ. ചരമപ്രാന്തസ്ഥൻ മരണത്തിന്റെ വക്കീലെത്തിയവനാണ്. ഓക്കെ. അടുത്ത് നോക്കുക. പുതിയ പദങ്ങൾ. നീഹാരം. നീഹാരം എന്നാൽ മഞ്ഞ് എന്നാണ്. തുഹീനം, ഹിമം, പ്രാലേയം. നോക്കണം. തുഹീനം, ഹിമം, പ്രാലേയം. പ്രാലേയം. തുഷാരം. തുഷാരം എന്താണ് അർത്ഥം? മഞ്ഞ് എന്നതാണ്. മഞ്ഞ്. ഹിമം മഞ്ഞാണെങ്കിൽ ഹേമം എന്താ? ഹേമം. കാഞ്ചനം, കനകം, സ്വർണമാണ്. ഹേമം, കാഞ്ചനം, കനകം. നമ്മൾ പറയും അല്ലേ, കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭം. അതിന് പകരം എങ്ങനെ പഠിക്കുക? ഹേമം മൂലം, കാഞ്ചനം മൂലം,
കനകം പലവിധം ഉലകിൽ സുലഭം, അല്ലെങ്കിൽ കനകം മൂലം കാഞ്ചനമൂലം ഹേമം പലവിധം ഉലകിൽ സുലഭം. കനകം മൂലം കാഞ്ചനമൂലം ഹേമം പലവിധം ഉലകിൽ സുലഭം. കനകം എന്നാലും കാഞ്ചനം എന്നാലും ഹേമം എന്നാലും സ്വർണം എന്നാണ് പിള്ളേരെ അർത്ഥം. അടുത്തത് പ്രക്ഷീണം, ക്ഷയിച്ചത്. പ്രക്ഷീണം, ക്ഷയിച്ചത്. വൃദ്ധി എന്നതിന്റെ വിപരീതം ചോദിക്കും. എന്താണ് വൃദ്ധി എന്നതിന്റെ വിപരീതം? ക്ഷയം. വൃദ്ധി എന്നതിന്റെ വിപരീതമാണ് പിള്ളേരെ ക്ഷയം. ക്ഷയം. വൃദ്ധി എന്നതിന്റെ വിപരീതം ക്ഷയം. അഗ്രഹാരം. എന്താണ് അഗ്രഹാരം? ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവാണ് അഗ്രഹാരം. ഓക്കെ. ചേല. എന്താ ചേല? ചേല വസ്ത്രമാണ്, ചോല അരുവിയാണ്. ചേല വസ്ത്രമാണ്, ചോല അരുവിയാണ്. കാട്ടുചോല. എന്താണ്? കാട്ടരുവി. ചേല വസ്ത്രമാണെങ്കിൽ ചോല അരുവിയാണ്. നിർജ്ജരി എന്ന് പറഞ്ഞാലും അരുവിയാണ്. പാറക്കെട്ടിൽ നിന്നും ഒഴുകി ഉണ്ടാവുന്ന അരുവിയാണ് നിർജ്ജരി. നിർജ്ജരി. ഓക്കെ. അപ്പൊ നിർജ്ജരി എന്ന് പറഞ്ഞാലും ചോല എന്ന് പറഞ്ഞാലും അരുവിയാണ്. ചേല വസ്ത്രമാണ്. നിങ്ങൾക്കറിയാം അമ്പരം എന്ന വാക്കിന് വസ്ത്രം എന്നും അർത്ഥമുണ്ട്, ആകാശം എന്നും അർത്ഥമുണ്ട്. വസ്ത്രം, ആകാശം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പീതാംബരം. പീതാംബരം ഘടകപദമാക്കുക അഥവാ വിഗ്രഹിച്ചെഴുതുക. പീതാംബരം. പീതാംബരം. പീതാംബരം എന്താണ്? പീതമായ അമ്പരം. പീതമായ അമ്പരം. ആയ എന്ന ശബ്ദം പൂർവ്വപദത്തോടൊപ്പം ചേർന്ന് വന്നാൽ അത് കർമ്മധാരയനാണ്. ഒന്നുകൂടെ പറയാം. ആയ എന്ന പദം, ആയ എന്ന പദം പൂർവ്വത്തോടൊപ്പം ചേർന്ന് വന്നാൽ അത് കർമ്മധാരയനാണ്. കർമ്മധാരയ സമാസമാണ് പീതാംബരം. പീതമായ അമ്പരം. പീതാംബരം, പീതമായ അമ്പരം. ഓക്കെ. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് പീത അമ്പരൻ. പീതാംബരൻ. മഞ്ഞ വസ്ത്രമുടുത്തവനാണ് പീതാംബരൻ. ഇവിടെ പൂർവ്വപദത്തിനല്ല ഉത്തരപദത്തിനല്ല പ്രാധാന്യം. പീത വസ്ത്രമുടുത്തവനാണ്. പീതം എന്ന മഞ്ഞയ്ക്കുമല്ല അമ്പരം എന്ന വസ്ത്രത്തിനുമല്ല, അത് ഉടുത്തവനാണ് പ്രാധാന്യം. പീതാംബരൻ. മഞ്ഞ വസ്ത്രമെടുത്തവൻ. ആരാണ് അവൻ? ശ്രീകൃഷ്ണൻ. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും അല്ലാതെ അന്യപദത്തിന് പ്രാധാന്യം വരുന്ന സമാസം പീതാംബരൻ. ഏതാണ് പിള്ളേരെ സമാസം? ബഹുവ്രീഹി സമാസം. എന്ത് സമാസം? ബഹുവ്രീഹി സമാസം. ഒന്നുകൂടെ പറയാം, ഒപ്പമൊന്ന് പറഞ്ഞേ. പീതാംബരം എന്നാണെങ്കിൽ, പീതാംബരം എന്നാണെങ്കിൽ പീതമായ അമ്പരം. പീതമായ അമ്പരം. ആയ എന്നാൽ കർമ്മധാരയൻ. മാറിപ്പോകരുത്. ക്ലിയർ? രണ്ടാമത് പീതമായ അമ്പരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പീതാംബരൻ. പീതാംബരൻ. എന്താണ് പീതാംബരൻ? പീത വസ്ത്രമുടുത്തവൻ. പീത വസ്ത്രം ഉടുത്തവൻ. പീത വസ്ത്രം ഉടുത്തവൻ അവനാണ് പീതാംബരൻ. അതോട് ഓർത്തു വയ്ക്കണം. പീതമായ അമ്പരമാണെങ്കിൽ കർമ്മധാരയൻ. പീത വസ്ത്രം ഉടുത്തവനാണെങ്കിലോ അവനാണ് ആര്? ശ്രീകൃഷ്ണൻ. ബഹുവ്രീഹി സമാസം. ഓക്കെ. താലവൃന്ദം ഇന്ദയാണ്. താലവൃന്ദം എന്താ? വിശറിയാണ്. നമ്മൾ ചന്തം അന്തം എന്നൊക്കെ എഴുതുന്ന എന്താ അല്ലേ? ഇപ്പോൾ താലവൃന്ദം വിശറിയാണ്. വിശറി. ഗാത്രം. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ഗാത്രം. വപുസ്, മേനി, കായം എല്ലാം എന്താണ്? കായം ശരീരമാണ്. ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം, മനസ്സിനെ സംബന്ധിച്ചത് മാനസികം അല്ലേ? അപ്പോൾ നോക്കിക്കേ, പരകായ പ്രവേശം കൊള്ളുക ഒരു ശൈലിയാണ്. പര എന്ന് പറഞ്ഞാൽ അന്യൻ, കായം എന്നാൽ ശരീരം. അന്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുക അഥവാ ഏഷണി അല്ലെങ്കിൽ പരദൂഷണം പറയുക അല്ലേ? പരകായ പ്രവേശം കൊള്ളുക എന്ന് പറഞ്ഞാൽ ഏഷണി പറയുക. നോക്കിക്കേ, ഗാത്രം ശരീരമാണ്. നെയ്താഗവാദം. നെയ്താഗം എന്നാൽ ഉഷ്ണം എന്നർത്ഥം. നെയ്താഗം ഉഷ്ണമാണ്. ഓക്കെ. വാദം എന്നാൽ പശ്ചിമവാദം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ വാദം കാറ്റാണ്. വാദം കാറ്റാണ്. ഓക്കെ. ദയലതായാണെങ്കിൽ എന്താ? അത് പറച്ചിലാണ്. ഈ വാദം പറച്ചിലും. ദോശയിലതായാണെങ്കിൽ പറച്ചിൽ. ഓക്കെ. തലയിലതായാണെങ്കിൽ അത് കാറ്റ്. അപ്പോൾ നെയ്താഗവാദം. നെയ്താഗം ഉഷ്ണം, വാദം കാറ്റ്. അപ്പോൾ എന്താണ്? ഉഷ്ണക്കാറ്റാണ് നെയ്താഗവാദം. വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാർധംഗികർ എന്നതും പ്രധാനപ്പെട്ടതാണ്. മൃദംഗക്കാർ. ഓക്കെ. മാർധംഗികർ, മൃദംഗക്കാർ. വൈണികർ, വീണ വായിക്കുന്നവർ. മാർധംഗികർ, മൃദംഗക്കാർ. വൈണികർ, വീണ വായിക്കുന്നവർ. സ്വാധ്യായ നിരതൻ, വേദപഠനത്തിൽ മുഴുകിയവൻ. സ്വധർമ്മ നിരതൻ,
സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ. ഗർഭഗൃഹം എന്താണ്? ക്ഷേത്രത്തിൽ ബിംബം പ്രതിഷ്ഠിച്ചിട്ടുള്ള മുറിയെ വിളിക്കുന്ന പേരാണ് ഗർഭഗൃഹം. ഗർഭഗൃഹം ക്ഷേത്രത്തിൽ ബിംബം പ്രതിഷ്ഠിച്ചിട്ടുള്ള മുറി. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ട് പ്രസവ മുറി എന്നെല്ലാം തരാം, നിങ്ങൾ തെറ്റിച്ചെഴുതരുത്. ഈറ്റുമുറി എന്നെല്ലാം തരാം, തെറ്റിക്കരുത്. ഗർഭഗൃഹം ക്ഷേത്രത്തിൽ ബിംബം പ്രതിഷ്ഠിച്ചിട്ടുള്ള മുറിയാണ്. ചരമഘട്ടം എന്താണ്? അവസാന ഘട്ടം. നമ്മൾ പറഞ്ഞു ചരമപ്രാന്തസ്ഥൻ, മരണത്തിൻ്റെ വക്കീലെത്തിയവൻ. പക്ഷെ ചരമഘട്ടം എന്താണ്? ചരമഘട്ടം അവസാന ഘട്ടം. 12-ാം മണിക്കൂർ അവസാന നിമിഷം. 60-ാം കാലം വയസ്സാം കാലം അഥവാ വാർദ്ധക്യം. അതോടെ ഓർത്ത് വയ്ക്കണം. അഭിമതം ആഗ്രഹമാണ്. അഭിമതം ആഗ്രഹം. ഇതം എന്നാൽ ഇപ്രകാരം. അഭിമതം ആഗ്രഹമാണെങ്കിൽ ഇതം ഇപ്രകാരമാണ്. ഉത്തുംഗം ഉയർന്നതാണ്. ഉത്തുംഗം ഉയർന്നതാണ് അല്ലേ? ഉന്നതം എന്നാലും ഉയർന്നതാണ്. നിമ്നം എന്നാൽ താഴ്ചയാണ്. നിമിനം താഴ്ച, ഉന്നതം ഉയർച്ച. അപ്പോൾ നിമ്നോന്നതം എന്നത് എന്താണ്? ഉയർച്ച താഴ്ചകൾ. അപ്പോൾ നിമിനം എന്നതിൻ്റെ വിപരീതം എന്താ പിള്ളേരെ? നിമിനം ഉന്നതം. നിമ്നോന്നതം. നിമ്നം എന്നതിൻ്റെ വിപരീതം ഉന്നതമാണ്. നിമിനം താഴ്ച, ഉന്നതം ഉയർന്ന. ഉയർച്ച താഴ്ചകളാണ് നിമ്നോന്നതം. കൃതജ്ഞത എന്താ? നന്ദി. കൃതജ്ഞത നന്ദികേട്. കൃതജ്ഞത നന്ദി. കൃതജ്ഞത നന്ദികേട്. കൃതജ്ഞത എന്നതിൻ്റെ വിപരീതമാണ് കൃതജ്ഞത. കൃശഗാത്രി നമ്മൾ നേരത്തെ പറഞ്ഞു. ഗാത്രം ശരീരം. ഗാത്രി ശരീരമുള്ളവൾ. കൃശം മെലിഞ്ഞ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. ഗാത്രം ശരീരം. ഗാത്രി ശരീരമുള്ളവൾ. ഗാത്രി ശരീരമുള്ളവൾ. അങ്ങനെയാണെങ്കിൽ കൃശം മെലിഞ്ഞ. കൃശഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവൾ. കൃശം മെലിഞ്ഞ. മേതുരം തടിച്ച. അപ്പോൾ കൃശം എന്നതിൻ്റെ വിപരീതം എന്താ പിള്ളേരെ? മേതുരം. കൃശഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവൾ. കൃശം മെലിഞ്ഞ. മേതുരം തടിച്ച. കൃശം എന്നതിൻ്റെ വിപരീതം തടിച്ച. അടുത്ത തേജസ്വി. ആരാ? തേജസ്സുള്ളവൾ. തേജസ്വി ആരാ? തേജസ്സുള്ളവളാണ് തേജസ്വി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ശരിയായ പദം എഴുതുക എന്നതാണ്. ലാഞ്ചന, വിമ്മിഷ്ടം, നിഘണ്ടു, യാദൃച്ഛികം. ഇങ്ങനെയാണ് ലാഞ്ചന എഴുതുക. ലാഞ്ചന. നിഘണ്ടു ചെണ്ടയിലുണ്ടായാണ്. വിമ്മിഷ്ടമല്ല, വിമ്മിട്ടമാണ്. വിമ്മിട്ടം. വിമ്മിട്ടം, ലാഞ്ചന, നിഘണ്ടു. എഴുതി വയ്ക്കണേ. വിമ്മിട്ടം, ലാഞ്ചന, നിഘണ്ടു. യാദൃച്ഛികം ഇവിടെ ശരിയായ വാക്കാണ്. അച്ഛൻ്റെ ചായാണ് ച. യാദൃച്ഛികം. ജീവച്ഛവം, ഈച്ഛ. ഓക്കെ, അച്ഛൻ്റെ ചായാണ് വരിക എന്നോർത്ത് വയ്ക്കുക. അടുത്തത് ശരിയായ വാക്യം ഏത് എന്നാണ്. വാക്യശുദ്ധിയിൽ നിന്നുള്ള ചോദ്യമാണ്. എല്ലാ ബുധനാഴ്ച തോറും ഞങ്ങൾ ചന്തയിൽ പോകാറുണ്ട്. എല്ലാ തോറും ഒരുമിച്ച് വരില്ല. ഓക്കെ, ഇതിനെ പൗനരുക്ത്യം എന്ന് പറയും. ഒരേ അർത്ഥമുള്ള, ഒരേ ആശയമുള്ള വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കരുത്. എല്ലാ എന്ന വാക്കിനൊപ്പം തോറും എന്ന് വേണ്ട, അത് തെറ്റാണ്. വേറെ ഗദ്യന്തരം. പിള്ളേരെ ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗതി അധികം അന്തരമാണ് ഗദ്യന്തരം. ഗതി എന്നാൽ വഴി, അന്തരം എന്നാൽ വ്യത്യാസം എന്നും വേറെ എന്നും അർത്ഥമുണ്ട്. ഗതി പ്ലസ് അന്തരം ഗദ്യന്തരം. ഗതി എന്നാൽ വഴി, അന്തരം എന്നാൽ വേറെ. ഗദ്യന്തരം വേറെ വഴിയില്ലാതെ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഗദ്യന്തരം എന്നാൽ വേറെ വഴി, അന്തരം എന്നാൽ വേറെ, ഗതി എന്നാൽ വഴി, ഗദ്യന്തരം എന്നാൽ വേറെ വഴി, ഗദ്യന്തരമില്ലാതെ വേറെ വഴിയില്ലാതെ. അപ്പോൾ ഗദ്യന്തരം എന്ന വാക്കിനൊപ്പം വേറെ എന്നോ മറ്റു എന്നോ ചേർക്കണ്ട. ഗദ്യന്തരം എന്ന വാക്കിനൊപ്പം വേറെ എന്നോ മറ്റു എന്നോ ചേർക്കണ്ട. അടുത്തത് പരീക്ഷ കഠിനമായതാണ് കുട്ടികളുടെ തോൽവിക്ക് കാരണം. അത് ശരിയാണ്. പരീക്ഷ കഠിനമായതാണ് കുട്ടികളുടെ തോൽവിക്ക് കാരണം. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഡി എന്താ പ്രശ്നം? ഏകദേശം 100ഓളം പേർ വിനോദയാത്രയിൽ പങ്കെടുത്തു. ഏകദേശം, ഓളം, ഏതാണ്ട്. ഏകദേശം, ഓളം, ഏതാണ്ട്. ഒരുമിച്ച് വേണ്ട. ഏകദേശം, ഓളം, ഏതാണ്ട്. അതുപോലെ എപ്പോഴും വരുന്നൊരു വാക്കാണ് സുമാർ. സുമാർ. ഏകദേശം, ഓളം, ഏതാണ്ട്, സുമാർ.
ഈ 3 ഒരുമിച്ച് അല്ലെങ്കിൽ ഇവയിൽ 2 ഒരുമിച്ച് വേണ്ട, ഏകദേശമോളം വേണ്ട. ഏകദേശം 100 പേർ വിനോദയാത്രയിൽ പങ്കെടുത്തു, അല്ലെങ്കിലോ 100ഓളം പേർ വിനോദയാത്രയിൽ പങ്കെടുത്തു. ഈ 3 പ്രസ്താവനയും തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തത് പരീക്ഷ കഠിനമായി തന്നെ കുട്ടികളുടെ തോൽവിക്ക് കാരണം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ ഓക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തത് ലജ്ജ എന്നർത്ഥം വരുന്ന പദം ഏത്? നോക്കിക്കേ, PSCയുടെ ആൻസർ രൂപ എന്നതാണ്. നിങ്ങൾ ഓർക്കണം, ത്രപ, പ്രീഡ, മന്ദാക്ഷം, വ്രീള. അതിൽ PSC തന്നെ ഏറ്റവും അധികം എടുത്ത് ചോദിച്ച ചോദ്യം വ്രീളയാണ്. വ്രീള. ഓക്കെ, വ്രീള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വ്രീള. വ്രീള എന്നാൽ ലജ്ജ. നാണം എന്നാലും ലജ്ജ. നാണം, മന്ദാക്ഷം, പ്രീഡ, ത്രപ, വ്രീള, ലജ്ജ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ PSCയുടെ ഉത്തരം എന്താണ്? PSCയുടെ ഉത്തരം രൂപ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ രൂപ എന്നാൽ ലജ്ജ എന്നല്ല PSC എടുത്തു. അതുകൊണ്ട് നമ്മളത് പഠിക്കുക എന്ന ഒരു വഴിയുള്ളൂ ഇപ്പോൾ മുന്നിൽ. ഓക്കെ, അപ്പോൾ ലജ്ജയുടെ ശരിക്കും അർത്ഥം വ്രീള, ത്രപ, പ്രീഡ, മന്ദാക്ഷം, നാണം. ഓക്കെ, താലവൃന്ദം നമ്മൾ പറഞ്ഞതല്ലേ വിശറിയാണ്. കൈതവം, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം എന്ന കവിത പഠിക്കാത്ത പാടാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ അല്ലേ. ഇപ്പോൾ മാങ്ങ പെറുക്കാൻ മറ്റു കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് ഒരു അമ്മ തൻ്റെ മകനെ ഓർത്ത് വിലപിക്കുന്നൊരു വളരെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ് മാമ്പഴം അല്ലേ. അതിൽ പറയുന്നുണ്ട്, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അതിനിടയിലുള്ളൊരു വരിയാണ് കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി. കൈതവം കാണാ കണ്ണു, കൈതവം എന്താണെന്ന് അറിയാത്ത കണ്ണ് കണ്ണുനീർ തടാകമായി എന്നാണ്. എന്താണ് കൈതവം? കളവ് അല്ലേ. കള്ളത്തരം എന്താണ് എന്നറിയാത്ത കണ്ണ് കണ്ണുനീർ തടാകമായി എന്നാണ് പറയുന്നത് കവി. അപ്പോൾ നോക്കിക്കേ, കൈതവം എന്നാൽ കിതവൻ്റെ ഭാവമാണ്. നോക്കിക്കേ, കിതവൻ ആരാണ്? കിതവൻ കള്ളനാണ്. കിതവൻ കള്ളനാണ്. അപ്പോൾ കള്ളൻ്റെ ഭാവം സ്വാഭാവികമായിട്ടും കള്ളത്തരല്ലേ. അപ്പോൾ കിതവൻ്റെ ഭാവം, കിതവൻ്റെ ഭാവം അതാണ് എന്ത്? കൈതവം. കിതവൻ്റെ ഭാവം എന്താ പിള്ളേരെ? കള്ളത്തരം. കിതവൻ്റെ ഭാവം കള്ളത്തരമാണ്. കിതവൻ കള്ളനാണ്, കിതവൻ്റെ ഭാവം കള്ളത്തരമാണ്. കിതവൻ്റെ ഭാവം ഒറ്റപ്പദം ചോദിച്ചാൽ കൈതവമാണ്. അതുകൊണ്ടാണ് കൈതവം എന്തായത്? കളവായത്. അതുപോലെ ഒരു ചോദ്യം കൂടെ ഇല്ലേ, കൈരവം. കൈരവം എന്നാൽ വെള്ള ആമ്പൽ എന്നാണ് അർത്ഥം. കൈരവം എന്നാൽ വെള്ള ആമ്പൽ എന്നാണ് അർത്ഥം. 2 കഥയാണ് ഈ കൈരവത്തിന് പിന്നിൽ. ആദ്യത്തെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. രവം എന്നാൽ ശബ്ദം എന്നാണ് അർത്ഥം. രവം, ഒച്ച, ഒലി, നിനദം ഇവയുടെ അർത്ഥം ശബ്ദം എന്നാണ്. എന്താണ് അർത്ഥം? ശബ്ദം. ഓക്കെ, അങ്ങനെയാണ് കെ എന്ന രവത്തോട് കൂടിയത്. ആരാണ് കെ എന്ന രവത്തോട് കൂടിയത്? അത് കേരവം, അരയന്നമാണ്. കേ കേ എന്ന് കരയുക അല്ലേ. ആ കേരവത്തിന് ഇഷ്ടമായത് എന്ന അർത്ഥത്തിലാണ് കൈരവം വന്നത് എന്ന് പറയുന്നുണ്ട്. കൈരവം, കേരവങ്ങൾക്ക് ഇഷ്ടമായത്. കേരവങ്ങൾക്ക് ഇഷ്ടമായത് എന്താണ്? കേരവങ്ങൾക്ക് ഇഷ്ടമായത് വെള്ള ആമ്പലല്ലേ. വെള്ളാമ്പലാണ് എന്ത്? കൈരവം. വെള്ളാമ്പലാണ് കൈരവം. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിനപ്പം കുറച്ച് കാര്യം കൂടെ പറഞ്ഞുതരാം. രണ്ടാമതൊരു കഥയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. കൈരവി വന്ന് വിളിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ കൈരവി വന്ന് വിളിച്ചാലേ കൈരവം വിടരൂ എന്നാണ്. കൈരവി എന്നാൽ പിള്ളേരെ ആരാ? ചന്ദ്രനാണ്. ചന്ദ്രൻ വന്ന് വിളിക്കുമ്പോഴാണ് ആമ്പൽ വിരിയുക എന്നാണ് പറയുന്നത്. സൂര്യനും താമരയും പ്രണയത്തിലായിരുന്നുവെങ്കിൽ ചന്ദ്രനും ആമ്പലുമായിരുന്നു പ്രണയം. ഓക്കെ, ചന്ദ്രൻ വന്ന് വിളിച്ചാൽ, കൈരവി വന്ന് വിളിച്ചാൽ വിരിയുന്നത് കൊണ്ടാണ് ആമ്പലിനെ എന്ത് വിളിച്ചത്? കൈരവം എന്ന് വിളിച്ചത്. കൈരവി ചന്ദ്രനാണ്. കൈരവി ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ ഒരുപാട് പര്യായം PSC ചോദിച്ചു അല്ലേ. ശശി, ഇന്ദു അല്ലേ, സോമൻ, വിധു, മധു, വിധു, ഹണി മൂൺ. വിധു ചന്ദ്രനാണ്. മധു തേനാണ്. വിധു ചന്ദ്രനാണ്. പനിമതി ചന്ദ്രനാണ്. പനിമതി ചന്ദ്രനാണ്. സോമൻ ചന്ദ്രനാണ്. ശശി ചന്ദ്രനാണ്. ശശധരൻ ചന്ദ്രനാണ്. ശശധരൻ ആരാ?
ചന്ദ്രനാണ്. ശശം എന്നാൽ എന്താണ്? മുയലാണ്. ശശത്തെ ധരിച്ചവൻ, മുയലിനെ ഒളിപ്പിച്ചവനാണ് ചന്ദ്രൻ. ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശശത്തെ, മുയലിനെ രക്ഷ കൊടുത്തല്ലേ ഒളിപ്പിച്ചവനാണ് ചന്ദ്രൻ. അപ്പോൾ ശശത്തെ ധരിച്ചവൻ ശശധരൻ ചന്ദ്രനാണ്. ഓക്കെ, ഇപ്പോൾ ശശധരൻ ചന്ദ്രനാണ്. ശശി ചന്ദ്രനല്ലേ? ആ ശശിയെ ധരിച്ചവൻ ആരാ? ശശം മുയലാണ്, മുയലിനെ ധരിച്ചവൻ ചന്ദ്രൻ. ശശി ചന്ദ്രനാ. അപ്പോൾ ശശിയെ ധരിച്ചവൻ ശശിധരൻ. ശശിധരൻ ആരാ? അത് ശിവനാണ്. അതാരാണ്? അത് ശിവനാണ്. ഓക്കെ, അപ്പോൾ ശശി എന്നാൽ ആരാ? ചന്ദ്രൻ. ശശിധരൻ ചന്ദ്രനെ ധരിച്ചവൻ ആരാ? ശിവൻ. ശശധരൻ ശശത്തെ ധരിച്ചവൻ ആരാ? ചന്ദ്രൻ. മറന്നു പോകരുതേ. അതുപോലെ തന്നെ ഏണം എന്നാലും മൃഗം എന്നാലും മാൻ ആണ്. നോക്കിക്കേ, മൃഗം എന്ന് പറഞ്ഞാലും ഏണം എന്ന് പറഞ്ഞാലും ഉത്തരം മാനാണ്. മാൻ. ഈ ഏണത്തെ അംഗമാക്കിയവൻ, ഏണത്തെ അടയാളമാക്കിയവനാണ് ആര്? ഏണാങ്കൻ. അപ്പോൾ ഏണാങ്കൻ ആരാണ്? ഏണാങ്കൻ. ഏണത്തെ അംഗമാക്കിയവൻ, മാനിനെ അടയാളമാക്കിയവൻ. ആരാണവൻ? മാനിനെ അടയാളമാക്കിയത് ചന്ദ്രനാണ്. ഏണാങ്കൻ എന്നാൽ ചന്ദ്രനാണ്. അംശു എന്നാൽ മഞ്ഞാണ് അല്ലേ? അംശുധരൻ ആരാ? ചന്ദ്രനാണ്. അംശുധരൻ ചന്ദ്രനാണ്. ഇവിടെ രണ്ടർത്ഥത്തിൽ വരും. അംശു എന്നാൽ സൂര്യ അംശു എന്ന് പറയും അല്ലേ? സൂര്യ അംശു എന്ന് പറയും. സൂര്യ അംശു. ഇവിടെ സൂര്യൻ അംശു എന്ന് പറഞ്ഞാൽ രശ്മി എന്ന അർത്ഥത്തിൽ, ഇവിടെ സൂര്യൻ എന്ന അർത്ഥത്തിലും അംശുധരം ഉപയോഗിക്കാം. ഹിമാംശു എന്ന് പറഞ്ഞാൽ ഹിമത്തിൻ്റെ അംശു, ഹിമത്തിൻ്റെ കാണാം, ആ അർത്ഥത്തിൽ സൂര്യൻ എന്നും അർത്ഥം വരാറുണ്ട്. അംശുധരൻ ചന്ദ്രൻ എന്നും അർത്ഥം വരാം. അപ്പോൾ അംശുധരൻ കൂടുതൽ യോജിച്ചത് ചന്ദ്രനാണ്. ഓക്കെ, അപ്പോൾ രവി സൂര്യനാണ്. രവി ആരാണ്? സൂര്യൻ. കൈരവി ചന്ദ്രനാണ്, രവി സൂര്യനാണ്. കൈരവി ചന്ദ്രനാണ്, രവി സൂര്യനാണ്. രവി സൂര്യനാണ്, രവി സൂര്യനാണ്. രവി ഇനൻ മാർത്താണ്ഡൻ. രവി ഇനൻ മാർത്താണ്ഡൻ. ആദിത്യൻ ദിനകരൻ. രവി ഇനൻ മാർത്താണ്ഡൻ. ആദിത്യൻ ദിനകരൻ. ദിവാകരൻ പ്രഭാകരൻ. പകൽമണി മണിവിളക്ക്. പകൽമണി മണിവിളക്ക്. ആദിത്യൻ ദിവാകരൻ ദിനേശൻ. ഓക്കെ, ഇതൊക്കെ ആരാണ്? സൂര്യനാണ്. അർക്കൻ സൂര്യനാണ്. ഇനൻ സൂര്യനാണ്. മാർത്താണ്ഡൻ സൂര്യനാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ്റെ പര്യായപദങ്ങളാണ് നമ്മൾ നോക്കിയത്. സൂര്യൻ, ചന്ദ്രൻ. അപ്പോൾ അതുപോലെ തന്നെ നിലാവ് എപ്പോഴും ചോദിക്കുന്നതാണ്. നിലാവ്. ഓക്കെ, എന്തു സുഖമാണ് ഈ നിലാവ്. പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. അതാരാ പാടിയത്? ജ്യോത്സനയാണല്ലേ. അപ്പോൾ നമുക്കൊരു കണക്ട് ചെയ്തിട്ട് വെറുതെ ഒരു കോഡ് പോലെ നമുക്ക് പഠിച്ചു വയ്ക്കാം. നിലാവിനെ കുറിച്ച് പാട്ട് പാടിയത് ആരാണ്? ജ്യോത്സനയാണ്. ജ്യോത്സന. ഓക്കെ, ഇപ്പോൾ ജ്യോത്സന കൗമുദി പത്രമാണ് വായിക്കുക. എന്ത് പത്രം? കൗമുദി പത്രം. ചന്ദ്രിക സോപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ ജ്യോത്സന, കൗമുദി, ചന്ദ്രിക ആരുടെ പര്യായമാണ്? നിലാവിൻ്റെ പര്യായമാണ്. ജ്യോത്സന, കൗമുദി, ചന്ദ്രിക നിലാവിൻ്റെ പര്യായമാണ്. ഓക്കെ, അതുപോലെ തന്നെ സോമൻ, ശശി, ശശധരൻ ആരാ? ചന്ദ്രനാണ്. കൈരവി. നാസിക മൂക്കാണ്. നാസിക മൂക്ക്. തിലക്കം സിനിമയിലെ നസ്യം പറയില്ലേ, എന്താണ്? മൂക്കിൽ അങ്ങനെ കുഴൽ പോലെ ഒരു സാധനം വെച്ചിട്ട് ചികിത്സ നടത്തുമല്ലോ ജഗതി. അപ്പോൾ നാസിക മൂക്കാണ്. ശരീര അവയവുമായി ബന്ധപ്പെട്ട് PSC ഇടയ്ക്ക് ചോദിക്കുന്ന ഒന്നായിരുന്നു ഫാലം, ലലാഢം, നിഡിലം. അപ്പോൾ കിടിലം നെറ്റി എന്ന് ഓർക്കുക. എന്താണ്? കിടിലം നെറ്റി. ഇപ്പോൾ ഫാലം, ലലാഢം, നിഡിലം നെറ്റിയാണ്. ഫാലം, ലലാഢം, നിഡിലം നെറ്റിയാണ്. ഓക്കെ, കരം, പാണി, ഹസ്തം. ഹസ്തദാനം, ഷെയ്ക്ക് ഹാൻഡ് അല്ലേ? കരം, പാണി, ഹസ്തം, ബാഹു, ഭുജം. ഭുജം എന്താണ്? കൈ എന്നർത്ഥം. എന്താണ്? കൈ എന്നർത്ഥം. ഓക്കെ, ഹസ്തം കൈയല്ലേ? അപ്പോൾ ഹസ്തി, നീണ്ട കൈയുള്ളതാരാ? ആന. ഹസ്തി, ആന. കുംഭി, ഇഭം, വാരണം. വാരണം 1000. എന്താണ്? 1000 ആനകൾ. വാരണം. അതുപോലെ തന്നെ കരി, കളഭം, ദ്യുരാഭം, ദ്യുരഥം. ദ്യുരഥം 2 പല്ലുള്ളത് അല്ലേ? ദ്യുരഥം, ദ്യുരാഭം.
ദ്യുരാഭം ഒക്കെ ആരാണ്? ദ്യുരാഭം ഒക്കെ ആനയാണ്. ഹസ്തി, ദന്തി ഒക്കെ ദന്തിയൊക്കെ ആരാ? ആനയാണ്. വലിയ പല്ലുള്ളവനാരാ? ആനയല്ലേ. വലിയ കൈയുള്ളവനാരാ? ആനയല്ലേ. അപ്പോൾ ഹസ്തി, ദന്തി, ഇവം, കുമ്പി, കരി, കളഭം ഒക്കെ ആനയാണ്. ഹസ്തി ആനയാണെങ്കിൽ ഹസ്തിനി എന്താ? ഹസ്തിനി പെണ്ണാന അഥവാ പിടിയാനയാണ് ഹസ്തിനി. പിടിയാനയാണ് ഹസ്തിനി. ഹസ്തി ആന, ഹസ്തിനി പിടിയാന. സ്വർഗീയം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മഹാകവിയാണ് ആര്? ഉള്ളൂർ അല്ലേ. അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് നാളികേര പാകൻ എന്നും കേരള ശ്രീഹരി എന്നും കേരള ഹർഷൻ എന്നും പണ്ഡിതനായ കവി എന്നും ഉല്ലേഖ ഗായകനെന്നും അറിയപ്പെടുന്നത് അല്ലേ. ആ ഉള്ളൂർ എഴുതിയൊരു കവിതയുടെ ശകലമാണ് നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. അവിടെ പറഞ്ഞൊരു വാക്കായിരുന്നു നാഗം. എന്താണ് അർത്ഥം? സ്വർഗം എന്നാണ്. നാഗം സ്വർഗമാണ്. നാഗം സ്വർഗമാണ്. അപ്പം നാഗീയം എന്താ? സ്വർഗീയം. അപ്പോൾ പിള്ളേരെ പറഞ്ഞേ, നാഗം സ്വർഗമല്ലേ. നാഗീയം എന്ത് വരും? സ്വർഗീയം വരും. ഇനി ഗംഗയിലെ ഗായാണ് എങ്കിൽ നാഗം എന്നാണെങ്കിൽ എല്ലാവർക്കും അറിയാം പാമ്പ് അല്ലേ. അഹി, ഉരകം, പന്നകം. പന്നക കുട്ടികൾ മന്ദമന്ദം. പന്നകം എന്താണ്? പാമ്പാണ്. പാമ്പ്. ഉരകം, പന്നകം, നാഗം, പാമ്പ്, അഹി. ഫണി, ഇടയ്ക്കിടയ്ക്ക് ഫണം ഇടർത്തല്ലേ. ഫണി ആരാണ്? പാമ്പാണ്. അതുപോലെ തന്നെ ചക്ഷുശ്രവണം. ചക്ഷുശ്രവണം ആരാ? പാമ്പല്ലേ. ചക്ഷുശ്രവണം പാമ്പാണ്. അഹി പാമ്പാണ്. ഉരകം പാമ്പാണ്. ഉരകം പാമ്പാണ്. ചക്ഷുശ്രവണം പാമ്പാണ്. നാഗം, ഫണി, സർപ്പം എല്ലാം പാമ്പാണ്. അങ്ങനെ ഒരു ചോദ്യം കൂടെ പഠിച്ചോളൂ. കാലാഹി എന്താണ്? കാലമാകുന്ന അഹി. ആകുന്ന രൂപക സമാസം. ആകുന്ന രൂപക സമാസം. കാലാഹി കാലമാകുന്ന അഹി. കാലമാകുന്ന പാമ്പ്. പാമ്പ് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ കാലവും നമ്മളെ എന്ത് ചെയ്യും? സമയമൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ കാലാഹി കാലമാകുന്ന അഹി രൂപക സമാസമാണ്. രൂപക അലങ്കാരത്തിൽ വരുന്ന സമാസമാണ് രൂപക സമാസം അല്ലേ. പൂർവ്വപദത്തോടൊപ്പം ആകുന്ന എന്ന ശബ്ദം ചേർന്നാൽ അത് രൂപക സമാസത്തിന് ഉദാഹരണമാണ്. എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് അടിമലർ. പറഞ്ഞേ, അടിയാകുന്ന മലർ. പൂർവ്വപദത്തോടൊപ്പം ആകുന്ന. അടി എന്നാൽ കാലാണ്. മലർ എന്നാൽ പൂവാണ്. ഒരു കാമുകൻ കാമുകിയോട് പറയുകയാണ് കാല് പിടിച്ചിട്ട്, ഇത് കാലല്ല, ഇതെന്താണ്? പൂവാണ്. പൂ തന്നെയാണിത് അല്ലേ. അപ്പോൾ അടിയാകുന്ന മലരാണ്. ഒന്നിനെ മറ്റൊന്നിനോട് ആഭേദം കൽപ്പിക്കുന്നതാണ് എന്ത്? രൂപകാലങ്കാരം. ഒന്നിനെ മറ്റൊന്നായി ആഭേദം കൽപ്പിക്കുന്നു. ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കുക. നമ്മൾ പറയില്ലേ ആടിനെ പട്ടിയാക്കുക എന്ന്. അതേ ഒരു അവസ്ഥയാണ് എന്ത്? അടിമലർ. അടിയാകുന്ന മലർ. ഇത് മലരല്ല, ഇത് അടിയല്ല, ഇത് മലരാണ്. ഇത് കാലല്ല, ഇത് പൂവ് തന്നെയാണ് അല്ലേ. അത്രയും ലോലമാണ്. പൂവാണിത്, ഇതൊരു കാലല്ല. അതാണ് അടിമലർ. അടിയാകുന്ന മലർ. കാലാഹി കാലമാകുന്ന അഹി. അതുപോലെ തന്നെ മുഖകമലം. മുഖമാകുന്ന കമലം. ഇത് മുഖമല്ല, ഇത് കമലം തന്നെയാണ്. താമരയാണിത്. മുഖമാകുന്ന കമലം. മുഖകമലം. മുഖമാകുന്ന കമലം. ആകുന്ന എന്ത് സമാസമാണ്? രൂപക സമാസമാണ്. മനോദർപ്പണം. മനസ്സാകുന്ന ദർപ്പണം അല്ലേ. ഇത് മനസ്സല്ല, ഇത് കണ്ണാടിയാണ് അല്ലേ. മനസ്സാകുന്ന ദർപ്പണം അഥവാ മനമാകുന്ന ദർപ്പണമാണ് എന്ത്? മനോദർപ്പണം. ആകുന്ന എന്ന ശബ്ദം ചേർന്ന് വന്നാൽ അത് രൂപക സമാസത്തിന് ഉദാഹരണമാണ്. രൂപക സമാസമാണ് ആകുന്ന. നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. രൂപക സമാസമാണെങ്കിൽ ആകുന്ന, ബഹുവ്രീഹിയാണെങ്കിൽ അന്യപദത്തിന് പ്രാധാന്യം. ഒന്നുകൂടെ പഠിച്ചു അല്ലേ. ആയ കർമ്മധാരയൻ. ആയ കർമ്മധാരയൻ. അപ്പോൾ 3 സമാസത്തിൻ്റെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൈതവം വാളാണ്, കൈതവം കളവാണ്. ഗഡ്ഗം എന്താ? ഗഡ്ഗം വാളാണ്. നാസിക മൂക്കാണ്. നാഗീയം സ്വർഗീയമാണ്. നാഗീയം സ്വർഗീയമാണ്. താഴെ പറയുന്നവയിൽ ജലത്തിൻ്റെ പര്യായം അല്ലാത്തത്.
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അമ്പു, അപ്പ്, സലിലം, തോയം, വാരി, നീര്, യാതു, യാതു, അതുപോലെ തന്നെ അമ്പസ്, പയസ്, അമ്പസ്, ഓക്കെ, പയസ്, ഇതെല്ലാം വെള്ളമാണ്. പയസ്സിന് പാൽ എന്നും അർത്ഥമുണ്ട്. പാൽ, ക്ഷീരം, ദുഗ്ധം. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും. ദുഗ്ധം എങ്ങനെ എഴുതാൻ നോക്കിക്കേ. അപ്പോൾ മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരാണ്? ആരെഴുതിയതാ? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള ടാഗോർ എന്നറിയപ്പെടുന്ന, സംസ്ഥാന കവി എന്നറിയപ്പെടുന്ന, ബധിരകവി എന്നറിയപ്പെടുന്ന, അല്ലെ, കേരള പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോൻ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോൻ, അല്ലേ, കേരള പൂങ്കുയിൽ, കേരള ടെന്നിസൺ, സംസ്ഥാന കവി, ബധിരകവി, അതുപോലെ തന്നെ ബധിരകവി, ശബ്ദസുന്ദരൻ എല്ലാം ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ടാഗോറിനെ പോലെ ടാഗോർ മണിപ്പൂരി എന്ന കലാരൂപം അന്യം നിന്ന് പോയ സമയത്ത് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മണിപ്പൂരി നൃത്തരൂപത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി നിന്ന വ്യക്തിയായതുകൊണ്ടാണ് ടാഗോർ എന്നും ആ ഒരു വാക്കിനോട് കടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആരാ? വള്ളത്തോൾ. ടാഗോർ എങ്ങനെയാണ് മണിപ്പൂരി കലാരൂപത്തെ പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചത്, അതുപോലെ വള്ളത്തോൾ കേരളത്തിലെ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ട് കേരളത്തിലെ ടാഗോറായിട്ട് ആരറിയപ്പെട്ടു തുടങ്ങി? വള്ളത്തോൾ നാരായണ മേനോൻ. ഒരു തവണ പരീക്ഷ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് വള്ളത്തോൾ കേരള ടാഗോറായത്? കേരളത്തിലെ കലാരൂപങ്ങളെ സംരക്ഷിച്ചത് കൊണ്ടാണ്. ഓക്കെ, ഗീതാഞ്ജലിയുടെ വിവർത്തനം എഴുതിയത് കൊണ്ടാണെന്ന് ഒരു തവണ ഓപ്ഷനിൽ വന്നിരുന്നു. ശ്രദ്ധിക്കണം, ഗീതാഞ്ജലിയുടെ വിവർത്തനം ഗീതാഞ്ജലി എന്ന പേരിൽ എഴുതിയത് നമ്മുടെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവായ ജി ശങ്കരക്കുറുപ്പാണ്. കേരള മിസ്റ്റിക് എന്നറിയപ്പെടുന്ന, ദാർശനിക കവി എന്നറിയപ്പെടുന്ന, രാജ്യസഭാംഗമായ ജ്ഞാനപീഠ ജേതാവായ മലയാള കവിയായ നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ പുരസ്കാരം കൊണ്ടുവന്ന ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അതോടെ ഓർത്ത് വയ്ക്കണം. കേരള ടാഗോർ എന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതയിലാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറയുന്നത്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ദുഗ്ധം, ക്ഷീരം, പയസ് എന്താണ്? പാലാണ്. പാൽ. ദുഗ്ധം, ക്ഷീരം, പയസ് പാലാണ്. ഇവിടെ പയസ് എന്നാൽ വെള്ളം എന്ന അർത്ഥം കൂടിയുണ്ട്. ഇവിടെ പയസ് എന്നാൽ വെള്ളം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അമ്പു, വാരി, തോയം, അപ്പ്, സലീലം എന്താണ്? നീര്, ദർദൂരം ഒക്കെ എന്താണ്? ദാർദൂരം ഒക്കെ എന്താണ്? വെള്ളമാണ്. ദർദൂരം തവളയാണ്, ദാർദൂരം വെള്ളമാണ്. ദാർദൂരം വെള്ളം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. നളിനം, പത്മം, കമലം, സരോജം വെള്ളമാണ്. നളിനം, പത്മം, കമലം, സരോജം താമരയാണ്. നളിനം, പത്മം, കമലം, സരോജം താമരയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം. ഈ നളിനം, പത്മം, കമലം, സരോജം എന്താ? താമര. ഒന്നുകൂടെ പറയാം. നളിനം, പത്മം, കമലം, സരോജം താമരയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? താമരയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നീ എന്ന വാക്കിനർത്ഥം കൂട്ടം എന്നാണ്. നീ, കൂട്ടം. ഓക്കെ, അപ്പോൾ നളിനി താമരയുടെ കൂട്ടം, പത്മിനി താമരയുടെ കൂട്ടം, അതായത് പത്മത്തിൻ്റെ കൂട്ടം, കമലിനി താമരയുടെ കൂട്ടം, സരോജിനി താമരയുടെ കൂട്ടം. അഥവാ നളിനി, പത്മിനി, കമലിനി, സരോജിനി താമര പൊയ്കയാണ്. നളിനി, പത്മിനി, കമലിനി, സരോജിനി താമര പൊയ്കയാണ്. താമര പൊയ്ക. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തു വയ്ക്കണം. നളിനി, പത്മിനി, കമലിനി, സരോജിനി താമര പൊയ്കയാണ്. നീ എന്നാൽ കൂട്ടമാണല്ലോ. തമസ് എന്നാൽ രാത്രിയാണ് പിള്ളേരെ. തമസ് എന്താണ്? രാത്രിയാണ്. രാത്രി. തമസ് എന്താണ്? രാത്രിയാണ്. ഓക്കെ, അപ്പോൾ തമസ് രാത്രി.
തമസ് അധികം നീ, ക്ഷമിക്കണം, തമസ് ഇരുട്ടാണ്, തമസ് ഇരുട്ടാണ്, തമസ് ഇരുട്ടാണ്, തമസ് അധികം നീ ഇരുട്ടിൻ്റെ കൂട്ടമാണ്, തമസ്വിനി ഇരുട്ടിൻ്റെ കൂട്ടം, രാത്രി. അപ്പോൾ തമസ് ഇരുട്ടാണ്, നീ എന്നാൽ കൂട്ടമാണ്, തമസ് അധികം നീ, തമസ്വിനി ആരാണ്? ഇരുട്ടിൻ്റെ കൂട്ടം, രാത്രി. തമസ് ഇരുട്ട്, തമസ്വിനി ഇരുട്ടിൻ്റെ കൂട്ടം അഥവാ രാത്രി, തമസ്വിനി രാത്രി, തമസ്വിനി രാത്രി, രാത്രി. ഓർത്തു വയ്ക്കണേ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ അടുത്തത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സരമ്യം എന്ന പദത്തിൻ്റെ വിപരീതം. സരമ്യം അഥവാ സൗമ്യം. എന്താണ് വിപരീതം വരിക? ഒരിക്കലും സൗമ്യത എന്ന് പറയില്ല, സരമ്യത എന്ന് പറയില്ല. സരമ്യം, സൗമ്യം. തീക്ഷ്ണം എന്നാണ് അതിൻ്റെ വിപരീതം. എന്താണ്? തീക്ഷ്ണം. സരമ്യം അല്ലെങ്കിൽ സൗമ്യം എന്നതിൻ്റെ വിപരീതം എന്താണ്? തീക്ഷ്ണം, തീക്ഷ്ണം. ഈ സൗമ്യം എന്ന് തന്നു നിങ്ങൾക്ക് ഓപ്ഷനിൽ തീക്ഷ്ണം ഇല്ലെങ്കിൽ ഉദ്ധതം എന്ന് എഴുതാം. ഉദ്ധതം, അതും PSC ക്ക് ചോദിച്ചതാണ്. തീക്ഷ്ണം അല്ലെങ്കിൽ എന്താണ്? ഉദ്ധതം. ഉദ്ധതം എന്താണ്? സൗമ്യം എന്നതിൻ്റെ വിപരീതം തന്നെയാണ്. സൗമ്യം എന്ന് വിപരീതമായിട്ട് ഉദ്ധതം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. സൂക്ഷ്മം എന്നതിൻ്റെ വിപരീതമാണ് സ്ഥൂലം. നിങ്ങൾ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും പഠിച്ചിട്ടുണ്ട്. മൈക്രോ സൂക്ഷ്മം, മാക്രോ സ്ഥൂലം. ഒരു പക്ഷിയുടെ കാഴ്ചയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഒരു ഉറുമ്പിൻ്റെ കാഴ്ചയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സൂക്ഷ്മ, ഒരു ഉറുമ്പ് നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി കാണും അല്ലേ? ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പക്ഷി, ഒരു പറവ ഒരുപാട് കാര്യങ്ങൾ കാണും, പക്ഷെ വളരെ ചെറുതായി കാണുള്ളൂ. ഉറുമ്പ് കുറച്ച് കാര്യമേ കാണുള്ളൂ, പക്ഷെ വലുതായി കാണും. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു ഉറുമ്പിൻ്റെ കണ്ണിൽ കാണുന്നത് പോലും നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണും. സ്ഥൂലം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെയുള്ള മൊത്തത്തിലുള്ള പഠനമാണ് അല്ലേ? അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാം എന്താണ്? അവ്യക്തമായിരിക്കും. വളരെ ചെറിയ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ കാണുന്നത് വളരെ ചെറുതായിട്ടേ കാണുള്ളൂ. അപ്പോൾ സൂക്ഷ്മം എന്നതിൻ്റെ വിപരീതം, സൂക്ഷ്മം എന്നതിൻ്റെ വിപരീതം എന്താ? സ്ഥൂലമാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. സൂക്ഷ്മം, സ്ഥൂലം, വൃദ്ധി, ക്ഷയം, കൃതജ്ഞത, കൃതജ്ഞത അല്ലേ? അതുപോലെ തന്നെ മുമ്പ് പഠിച്ച ഒന്നാണ് കൃശം, മേതുരം. കൃശം മെലിഞ്ഞ, മേതുരം തടിച്ച. വക്രം എന്നതിൻ്റെ വിപരീതമാണ് ഋജു. വക്രം, ഋജു. വക്രം വളഞ്ഞത്, വക്രബുദ്ധിക്കാരൻ എന്ന് പറഞ്ഞാൽ വളഞ്ഞ ബുദ്ധിയുള്ളവൻ കുറുക്കൻ. വക്രം എന്ന് പറഞ്ഞാൽ വളഞ്ഞത്, വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ വളഞ്ഞ ബുദ്ധി അല്ലേ? ഋജു എന്ന് പറഞ്ഞാൽ നേരായത്. വക്രം എന്നതിൻ്റെ വിപരീതമാണ് ഋജു. വക്രം എന്നതിൻ്റെ വിപരീതമാണ് പിള്ളേരെ ഋജു. വൃദ്ധി എന്നതിൻ്റെ വിപരീതമാണ് ക്ഷയം. കൃതജ്ഞത എന്നതിൻ്റെ വിപരീതമാണ് കൃതജ്ഞത. ഓക്കെ. അതുപോലെ തന്നെ കൃശം എന്നതിൻ്റെ വിപരീതമാണ് മേതുരം. സൂക്ഷ്മം എന്നതിൻ്റെ വിപരീതമാണ് സ്ഥൂലം. സൗമ്യം എന്നതിൻ്റെ വിപരീതമാണ് തീക്ഷ്ണം അല്ലെങ്കിൽ ഉദ്ധതം. കഠിനം എന്നതിൻ്റെ വിപരീതമാണ് ലളിതം. കഠിനം, ലളിതം. കഠിനം, ലളിതം. കഠിനമായിരിക്കുന്ന അവസ്ഥയാണ് കാഠിന്യം. കഠിനമായിരിക്കുന്ന അവസ്ഥ കാഠിന്യം. അതിൻ്റെ വിപരീതം ലളിതമായിരിക്കുന്ന അവസ്ഥ അഥവാ ലാളിത്യം. കഠിനം, ലളിതം, കാഠിന്യം, ലാളിത്യം. ഓക്കെ. കഠിനം, ലളിതം, കാഠിന്യം, ലാളിത്യം. ഓക്കെ. സൂക്ഷ്മം, സ്ഥൂലം, കഠിനം, ലളിതം, ദൃഢം, ശിഥിലം. ഓർക്കണേ, ദൃഢം എന്നതിൻ്റെ വിപരീതം ശിഥിലമാണ്. ദൃഢം, ശിഥിലം. ദൃഢം, ശിഥിലം. ദൃഢം, ശിഥിലം. പുഞ്ച, നഞ്ച. പുഞ്ച, നഞ്ച. പുഞ്ച, നഞ്ച. പുഞ്ച, നഞ്ച. ഓക്കെ. തിക്തം, മധുരം. തിക്തം, കയ്പ്, മധുരം. തിക്തം എന്നതിൻ്റെ വിപരീതം മധുരം. ഓക്കെ. സ്ഥാവരം എന്നതിൻ്റെ വിപരീതം ജംഗമം. ഇളക്കം ഉള്ളതും ഇളക്കമില്ലാത്തതും. സ്ഥാവരം എന്നതിൻ്റെ വിപരീതമാണ് ജംഗമം. സ്ഥാവരം, ജംഗമം. ക്രയം, വിക്രയം. വാങ്ങുകയും വിൽക്കുകയും അല്ലേ? ക്രയം, വിക്രയം. ക്രയം എന്നതിൻ്റെ വിപരീതമാണ് വിക്രയം. ക്രയം എന്നതിൻ്റെ വിപരീതം വിക്രയം. ക്രയം എന്നതിൻ്റെ വിപരീതമാണ് വൃക്കയം. വിക്രയം, വിക്രയം. ഓക്കെ. അടുത്തത് ദീപാവലി കുളിക്കുക. എന്താണ് ദീപാവലി കുളിക്കുക? ധൂർത്തടിച്ച് നശിക്കുക. അതായത് ദീപാവലി എന്ന് പറയുമ്പോൾ ദീപങ്ങളുടെ ആവലി നിരയാണല്ലേ? ഗൃഹനാഥൻ ഒരുപാട് എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഏത്? ദീപാവലി. അവരുടെ പ്രത്യേക ചടങ്ങാണത്. ഒരു കുടുംബത്തിന് ആവശ്യമായ എണ്ണ മുഴുവൻ എന്ത് ചെയ്യും? ഒരു ദിവസം ആ ഗൃഹനാഥൻ എന്ത് തേച്ച് കുളിക്കുന്നത്. അപ്പോൾ അത്രയും എണ്ണയൊന്നും കളയേണ്ടെന്ന് ഓർത്താൽ മതി. അതിലൊരു പടക്കൊക്കെ ഒരുപാട് വാങ്ങി പൊട്ടിച്ച് കളയും അല്ലേ? അതൊക്കെ എന്താണ്? ധൂർത്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ധൂർത്തടിച്ച് നശിക്കുക. ദീപാവലി കുളിക്കുക, ധൂർത്തടിച്ച് നശിക്കുക. കന്മതിൽ. നിങ്ങളുടെ ചോദ്യം തന്നെ കന്മതിൽ എന്നെഴുതുമ്പോൾ ഇതാണ് ചോദ്യം. അതായത് നായുടെ പകുതി മാ എന്നാൽ അൻ മായാണ്. അതായത് അൻ എന്നതിന് പകരം നാ മാ എഴുതിയാൽ മതി. ഓക്കെ. അൻ എന്ന് പറഞ്ഞാൽ ചില്ലക്ഷരാണ് അല്ലേ? അതിൻ്റെ സ്വരീകൃത വ്യഞ്ജനമാണ് അന്ന്. അൻ എന്ന് പറഞ്ഞാലും നി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അപ്പോൾ നമ്മളോട് ചോദ്യം കന്മതിൽ അഥവാ ഈ വാക്ക് പിരിച്ചെഴുതാനാണ്.
കന്മതിൽ പിരിച്ചെഴുതാനാണ് നമ്മുടെ അടുത്ത് തന്നിരിക്കുന്ന ചോദ്യം. ഓക്കെ, കന്മതിൽ പിരിച്ചെഴുതാനാണ് നമ്മളോട് തന്നിരിക്കുന്ന ചോദ്യം തന്നെ. അപ്പോൾ നമ്മൾ വീണ്ടും എന്തെഴുതരുത്? ഓപ്ഷൻ ബിയും ഡിയും കൊണ്ട് എഴുതരുത്. അപ്പോൾ കല്ല് അധികം മതിലല്ല എന്ന് ഓർത്ത് വയ്ക്കണം. നിങ്ങളൊരു കാര്യം ഓർക്കുക, പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഇന്നാണ് വരുന്നതെങ്കിൽ ചേർത്തെഴുത്തിൽ അത് ല് എന്നാക്കണം, അഥവാ അൽ എന്നാക്കണം. ഓക്കെ, ഈ അവസാന ഭാഗത്തിൽ ഒരു മാറ്റവും വരുത്തരുത്. പ്ലസ് ചിഹ്നത്തിന് മുമ്പുള്ളത് എന്താക്കണം? ല് എന്നാക്കണം. ഇനി ല് ഓപ്ഷനിൽ കണ്ടില്ലെങ്കിൽ മാത്രം അതിൻ്റെ ചില അക്ഷരമായ ഇല്ലെടുത്ത് എഴുതിയാൽ മതി. ഇവിടെ ഓപ്ഷൻ എന്ത് വരും? കൽ മതിൽ എന്ന് വരും. ഓക്കെ, കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കും, കടുത്ത വേനലിൽ വൃക്ഷങ്ങൾ ഇല പൊഴിക്കും. ഘടകപദം ചേർത്ത് എഴുതേണ്ട ഒരു വാക്യമാണ് അല്ലേ. രണ്ട് വാക്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൂചകത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഘടകപദം. ഇവിടെ എന്ന ഘടകമാണ് വേണ്ടത്. ഏതിന്? സമുച്ചയം എന്ന് പറയും. രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് നമ്മൾ സമുച്ചയം. ഇവിടെ എന്ന ശബ്ദം നോക്കിയാൽ മതി. കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കുകയും വൃക്ഷങ്ങൾ ഇല പൊഴിക്കുകയും ചെയ്യും. ഓക്കെ, കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കുകയും വൃക്ഷങ്ങൾ ഇല പൊഴിക്കുകയും ചെയ്യും. നോക്കിക്കേ, കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിച്ച് വൃക്ഷങ്ങൾ ഇല പൊഴിക്കും. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമില്ല, അത് തെറ്റാണല്ലേ. വേനൽ കടുക്കുമ്പോൾ ചെടികളും വൃക്ഷങ്ങളും ഇല പൊഴിച്ച് നശിക്കും. വൃക്ഷങ്ങൾ നശിക്കുകയോ ഇല്ല. ഓക്കെ, വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നേ ഉള്ളൂ. കടുത്ത വേനലിൽ ചെടികൾ കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കും, വൃക്ഷങ്ങൾ ഇല പൊഴിക്കുകയും ചെയ്യും. അത് ശരിയാണ്. കടുത്ത വേനലിലും ചെടികളും വൃക്ഷങ്ങളും ഇല പൊഴിക്കുകയും നശിക്കുകയും ചെയ്യും. അത് വേണ്ട. എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ എന്നത് പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൊന്ന് സുഖത്തിനായി വരയണം. ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരു പറയുന്ന വാക്കുകളാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൊന്ന് സുഖത്തിനായി വരയണം. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.